ടാറ്റയുടെ എഞ്ചിനാണ്. നേരത്തെയും ലോഹഭാഗങ്ങൾ കിട്ടുമ്പോൾ ഒരു പ്രതീക്ഷയായിരുന്നു, പക്ഷേ അത് അർജുൻ്റെ വാഹനത്തിൻ്റെതല്ല എന്ന് സ്ഥിരീകരിച്ചു. ഇപ്പോൾ ഈ എഞ്ചിൻ ലഭിക്കുമ്പോഴും അത് അർജുൻ ഓടിച്ച വാഹനത്തിൻ്റെതല്ല, ബെൻസിൻ്റെ എഞ്ചിനല്ല എന്നുള്ളത് തിരിച്ചറിയുകയാണ്. അപ്പോൾ നേരത്തെ അപകടത്തിൽ വീണുപോയ മറ്റൊരു വാഹനത്തിൻ്റെ കൂടുതൽ ഭാഗങ്ങൾ കിട്ടുന്നു എന്നതാണ് ഇപ്പോൾ മനസ്സിലാക്കേണ്ടത്, അല്ലേ? അങ്ങനെ തന്നെയാണ്. കാരണം ഇന്നലെ ഇപ്പോൾ ദൃശ്യങ്ങളിൽ ഈശ്വർ മൽപ്പയുടെ ദൃശ്യങ്ങൾ നമുക്ക് ലഭ്യമാണ്. അദ്ദേഹം നിൽക്കുന്ന ഈ മേഖലയിൽ താഴ്ഭാഗത്താണ് ഒരു വാഹനത്തിൻ്റെ സ്റ്റിയറിങ്ങും ഒപ്പം തന്നെ അതിൻ്റെ ക്യാബിനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്ലാറ്റ്ഫോമും കണ്ടെത്തുന്ന സാഹചര്യം ഉണ്ടായത്. അത് പുറത്തേക്ക് എത്തിച്ച് പരിശോധിക്കുമ്പോൾ അത് ടാറ്റ വാഹനത്തിൻ്റേതാണ് എന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ വാഹനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെയാണ് ഇന്നലെ ഒരു 2 ടയറുകളും അതിൻ്റെ ആക്സിൽ ഭാഗവും കണ്ടെത്തിയിട്ടുള്ളത്. ഇന്ന് ആ വാഹനത്തിൻ്റെ തന്നെ ആയിരിക്കണം എന്നുള്ളതാണ് നമ്മൾ അനുമാനിക്കുന്നത്. ഒരു ക്യുമിൻസ് എഞ്ചിനാണ് കണ്ടെത്തിയിരിക്കുന്നത്, അതിൻ്റെ ഹൗസിംഗ് പാർട്ടാണ് കണ്ടെത്തിയിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉള്ള ലോഹഭാഗങ്ങൾ ഇപ്പോൾ അല്പം മുൻപാണ് ഡ്രഡ്ജിങ് നടക്കുന്ന ആ മേഖലയിൽ നിന്ന് ഡൈവേഴ്സ് കണ്ടെത്തുകയും അത് ഹുക്ക് ചെയ്ത ശേഷം പിന്നീട് ഈ ഹിറ്റാച്ചി ഉപയോഗിച്ച് പുറത്തേക്ക് എത്തിക്കുകയും ചെയ്തിട്ടുള്ളത്. അപ്പോഴും കൂടുതൽ പാർട്സുകൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അത് ടാറ്റ വാഹനവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. അത് ട്രക്കിൻ്റേതാണ് എന്നുള്ളതാണ് കരുതുന്നത്. നേരത്തെ തന്നെ ഒരു LPG ട്രക്ക് ഇവിടെ ഉണ്ടായിരുന്നു, ഈ മേഖലയിൽ ഉണ്ടായിരുന്നു. അതിൻ്റെ ക്യാപ്സ്യൂൾ ഉൾപ്പെടെ ഈ നദിയിലൂടെ ഒഴുകിപ്പോകുന്നതും അത് പിന്നീട് കണ്ടെത്തുന്നതുമൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതുമാണ്. അതുകൊണ്ട് ആ വാഹനവുമായി ബന്ധപ്പെട്ടായിരിക്കാം എന്നുള്ള അനുമാനമാണ് പൊതുവെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉള്ളത്. അതിനപ്പുറത്തേക്ക് നമ്മളേവരും പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്ന അർജുൻ്റെ ഭാരത് ബെൻസ വിഭാഗത്തിൽ വരുന്ന വാഹനത്തിൻ്റെ മറ്റ് പ്രധാനപ്പെട്ട ഭാഗങ്ങളൊന്നും തന്നെ കണ്ടെത്താൻ ഈ ഒരു ഘട്ടം വരെ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. വാഹനത്തിൽ നിന്ന് പോയ മരത്തടികളാണെന്ന് ഉറപ്പിക്കുകയും ചെയ്യുന്നു, അങ്ങനെയല്ലേ? അതെ 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 അതായത് ഈ നദിയുടെ ഒഴുക്ക് നോക്കുമ്പോൾ അവിടെ നിന്നും ഒഴുകിയെത്തിയതാകാം എന്നുള്ളതാണ് കരുതുന്നത്. പക്ഷേ വാഹനം താഴ്ഭാഗത്തേക്ക് ആണ് എന്നുള്ളത് അനുമാനവുമുണ്ട്. കാരണം ആ മേഖലയിൽ നിന്നാണ് അതിൻ്റെ കയറും ഹൈഡ്രോളിക് ജാക്കിയും ഒപ്പം തന്നെ കഴിഞ്ഞ ദിവസം പരിശോധന നടത്തിയപ്പോൾ അതിൻ്റെ വാഹനത്തിൻ്റെ ടയറിനോട് ചേർന്ന് ക്യാബിൻ്റെ ഭാഗത്തായിക്കൊണ്ടുണ്ടായിരുന്ന ഡ്രിങ്കിങ് വാട്ടർ കാരിയർ, അത്തരത്തിലുള്ളൊരു കാരിയറിൻ്റെ ഭാഗമാണ് കഴിഞ്ഞ ദിവസം കണ്ടെത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ആ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെ പരിശോധനകൾ വേണം എന്നുള്ള ആവശ്യത്തിലേക്ക് തന്നെയാണ് അർജുൻ്റെ കുടുംബവും ഒപ്പം തന്നെ ലോറി ഉടമയും ഒക്കെ എത്തി നിൽക്കുന്നത്. പക്ഷേ അവിടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആഴം താരതമ്യേന കൂടുതലാണ്. അതുകൊണ്ട് അവിടെ എത്രത്തോളം ഈ ഡ്രഡ്ജിങ് മെഷീൻ ഉപയോഗിച്ചുകൊണ്ടുള്ളൊരു പരിശോധനയിലേക്ക് കടക്കാൻ കഴിയും എന്നുള്ള കാര്യത്തിൽ വ്യക്തത കുറവ് ഇപ്പോഴുമുണ്ട്. അത് മാൽപ്പെ ഉൾപ്പെടെ സ്ഥിരീകരിക്കുന്നുമുണ്ട്. ഇന്ന് നമ്മൾ രാവിലെ മുതൽ ശ്രദ്ധിക്കുമ്പോൾ തന്നെ മാൽപ്പെ ഉൾപ്പെടുന്ന സംഘം ആ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ടല്ല ഡൈവ് നടത്തുന്നത് എന്നുള്ളത് കൂടി ശ്രദ്ധേയമാണ്. അദ്ദേഹം താഴ്ഭാഗത്തേക്ക് ഈ മരത്തടികളും ഒപ്പം തന്നെ ആ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് എന്തെങ്കിലും കണ്ടെത്താൻ കഴിയുമോ എന്നുള്ള പരിശോധനകൾ തന്നെയാണ് നടത്തുന്നത്. ഇപ്പോൾ മാൽപ്പെ അദ്ദേഹത്തിൻ്റെ ഇന്നത്തെ ഏതാണ്ട് ഉച്ചവരെയുള്ള ഡൈവിംഗ് പൂർത്തിയാക്കി തിരികെ കയറുകയാണ്. ഇനി ഉച്ചയ്ക്ക് ശേഷം വേലി ഇറക്കത്തിൻ്റെ സമയത്ത് മാത്രമായിരിക്കും അത് പുനരാരംഭിക്കുക എന്നുള്ളതാണ്. രാവിലെ തന്നെ അദ്ദേഹം ആ കാര്യം കൃത്യമായി പറയുകയും ചെയ്തിരുന്നു. വേലി ഏറ്റത്തിൻ്റെ സമയത്ത് വാട്ടറിൻ്റെ പ്രഷർ വളരെ കൂടുതലായിരിക്കും. ആ സമയത്ത് താഴ്ഭാഗത്ത് അത്ര കണ്ട് ഡൈവ് ചെയ്യുക പ്രധാനപ്പെട്ട ഘടകമാണ് എന്നുള്ളതാണ്. നേരത്തെ മഴ പെയ്യുകയും ചെയ്തിരുന്നു. അഭിലാഷ്, ഇപ്പോൾ എന്താണ് അഭിലാഷ് നൽകാവുന്ന പുതിയ വിവരങ്ങൾ? ഈ ഡൈവർമാർ താഴേക്ക് ഉള്ളിയിട്ട് പരിശോധന നടത്തുമ്പോൾ ഈ 15 അടി താഴെയാണല്ലോ ഈ വാഹനം കിടക്കുന്നതായി സംശയിക്കുന്നത്. അപ്പോൾ എത്രത്തോളം ആഴത്തിലേക്ക് ഇവർക്ക് പോകാനായിട്ടുണ്ട്? ഈശ്വർ മാൽപ്പയുടെ തിരച്ചിലിൻ്റെ സ്വഭാവം എന്താണ്? അദ്ദേഹം ഇടയ്ക്ക് മുകളിലേക്ക് വന്നിട്ടുണ്ട്, ഇപ്പോൾ വീണ്ടും പോവുകയാണെന്ന് തോന്നുന്നു. പക്ഷേ ഈ നേവി മാർക്ക് ചെയ്ത സ്ഥലങ്ങളിൽ തന്നെയല്ലേ മാൽപ്പയും സംഘവും കൂടി തിരച്ചിൽ നടത്തുന്നത്? അതോ മറ്റേതെങ്കിലും മേഖല കേന്ദ്രീകരിച്ച് പരിശോധന നടത്താം എന്നുള്ളതാണോ? സ്മൃതി, അതിലേക്ക് വരാം. അതോടൊപ്പം തന്നെ ഈ ഭാരത് ബെൻസിൻ്റെ ഉടമ മുബീൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. മുബീൻ, ഇപ്പോൾ ചില യന്ത്രഭാഗങ്ങൾ ഇവിടുന്ന് കണ്ടെത്തി, അതോടൊപ്പം തന്നെ യന്ത്രത്തോട് ചേർന്ന് നിൽക്കുന്ന മറ്റു ഭാഗങ്ങളും കണ്ടെത്തി. ഇത് ഏതെങ്കിലും ഈ ബെൻസിൻ്റെ താങ്കളുടെ വണ്ടിയുടെ ആണോ? അല്ല, ഞങ്ങളെ വാഹനത്തിൻ്റെ അല്ല. ഇപ്പോൾ നിലവിൽ ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന ഒരു ഇതും ഞങ്ങളതല്ല. ഒരു 2 ദിവസം മുന്നേ ലഭിച്ച ഒരു വാട്ടർ ക്യാൻ്റെ സ്റ്റാൻഡ് ഉണ്ടായിരുന്നു. അത് മാത്രം ഇപ്പോൾ ഞങ്ങൾക്ക് ഇപ്പം നിലവിൽ ഇപ്പോൾ 2ാമത് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം നമ്മളെ വാഹനത്തിൻ്റെ എന്ന് പറയാനുള്ള ഒരു സാധനം കിട്ടിയിട്ടുള്ളൂ. അത് നിങ്ങൾക്ക് സ്ഥിരീകരിക്കാൻ കഴിയുന്നുണ്ടോ? അത് നിങ്ങൾ തന്നെയാണോ? അത് ഞങ്ങൾക്ക്